കേരളത്തിലെ വനിതകൾക്ക് കിട്ടിയത് കോടികൾ അട്ടിമറിക്കാൻ ശ്രമിച്ച് BJP. പതിറ്റാണ്ടുകളുടെ കോൺഗ്രസ് ഭരണത്തിന് ശേഷം BJP പിടിച്ചെടുത്ത അധികാരം പിന്നീട് UPAക്ക് തിരികെ ലഭിച്ചില്ല. പക്ഷേ അന്ന് നടപ്പിലാക്കിയ പദ്ധതികൾ പലതും മൻമോഹനായിരുന്നു ശരിയെന്ന് പിന്നീട് ഓർമ്മിപ്പിച്ചു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തച്ചുടച്ച നോട്ട് നിരോധനത്തിന് ശേഷം നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ദാറ്റ് വാസ് ആൻ ഓർഗനൈസ്ഡ് ലൂട്ട് ആൻഡ് ലീഗലൈസ്ഡ് പ്ലണ്ടർ എന്ന് നിശിതമായി വിമർശിച്ച മൻമോഹന്റെ വാക്കുകൾ രാജ്യത്ത് തരംഗമായി. സംഘടിത കൊള്ളയും നിയമവിധേയമായ പിടിച്ചുപറിക്കലുമാണ് സർക്കാർ നടത്തിയതെന്ന് മുഖത്തടിച്ചതുപോലെ മൻമോഹൻ പറഞ്ഞു. രാജ്യത്താകെ 8 കോടി പേരാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ മാത്രം 64 ലക്ഷം പേരും കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം കേരളത്തിൽ തൊഴിലുറപ്പ് വഴി സ്ത്രീ തൊഴിലാളികൾക്ക് നൽകിയത് 2474 കോടി രൂപയാണെന്നാണ് കണക്കുകൾ പറയുന്നത്. പദ്ധതിയുടെ ലക്ഷ്യം പരക്കെ അംഗീകരിക്കപ്പെട്ടിരുന്നെങ്കിലും പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ച് കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. തൊഴിൽ ദിനങ്ങളുടെ എണ്ണം, തൊഴിലാളികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ, ശമ്പളം നൽകുന്നതിലെ കാലതാമസം, ഉദ്യോഗസ്ഥ തലത്തിലെ വൻ അഴിമതികൾ എന്ന് വരുത്തി പലതവണ ഈ പദ്ധതിയെ പിന്നോട്ടടിക്കാൻ ശ്രമിച്ചിട്ടും അത് നിലനിൽക്കുക തന്നെ ചെയ്തു. പുറത്തേക്ക് വരാനും തൊഴിൽ ചെയ്യാനും ജോലിക്ക് കൂലി വാങ്ങാനും പഠിച്ചതോടെ ഗ്രാമീണ മേഖലയിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളും മെച്ചപ്പെട്ടു. UPA സർക്കാരിന്റെ പൊൻതൂവലായ പദ്ധതിയെ ഇല്ലാതാക്കാനും വെട്ടിക്കുറയ്ക്കാനും പിന്നീട് അധികാരത്തിലേക്ക് വന്ന BJP ശ്രമിച്ചത്.